ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. 12ാം ശമ്പള പെൻഷൻ പരിഷ്കരണ കമ്മീഷൻ പ്രവർത്തനം സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ. കോഴിക്കോട്ട് നടന്ന പൊതുസമ്മേളനം മുൻ മന്ത്രി കെ.ടി. ജലീൽ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻകാരുടെ മെഡിക്കൽ അലവൻസ് വർദ്ധിപ്പിക്കുക, കിനാലൂരിൽ എയിംസ് സ്ഥാപിക്കുക, ഡീസൽ ഗ്യാസ് സബ്സിഡി പുനഃസ്ഥാപിക്കുക, 70 വയസ്സ് കഴിഞ്ഞ പെൻഷൻകാർക്ക് അധിക പെൻഷൻ അനുവദിക്കുക, വനിതാ സംവരണ നിയമം പ്രാബല്യത്തിലാക്കുക, തൊഴിലുറപ്പ് പദ്ധതി സംരക്ഷിക്കുക, തൊഴിൽ കോഡ് ചട്ടങ്ങളിൽ തൊഴിലാളികൾക്ക് അനുകൂലമായ ഭേദഗതി കൊണ്ടുവരാൻ തയ്യാറാകുക തുടങ്ങിയ ആവശ്യങ്ങളാണ് KSSPU സമ്മേളനത്തിൽ ഉന്നയിച്ചത്. പൊതുസമ്മേളനം മുൻ മന്ത്രി കെ.ടി. ജലീൽ ഉദ്ഘാടനം ചെയ്തു. നമ്മളുടെ രാജ്യത്ത്, ലോകത്ത് തന്നെ ആരൊക്കെ എന്തൊക്കെ അവകാശങ്ങൾ നേടിയിട്ടുണ്ടോ അതെല്ലാം സംഘടനാ ബലത്തിലൂടെയാണ്. ഒരു ഭരണകർത്താവും ഒരു ചക്രവർത്തിയും ഇന്ന ആളുകൾക്ക് ഇന്ന ആവശ്യങ്ങളുണ്ട്, അത് നിവർത്തിച്ചു കൊടുക്കാം എന്നൊരു സുപ്രഭാതത്തിൽ തീരുമാനമെടുക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്തത് നമുക്ക് എവിടെയും കാണാൻ കഴിയില്ല. ജനങ്ങളുടെ നിരന്തരമായിട്ടുള്ള ആവശ്യങ്ങൾ, ആ ആവശ്യങ്ങൾക്ക് അനുസൃതമായി ഒത്തുചേരൽ, ആ ഒത്തുചേരലിന്റെ ഫലമായി വലിയ സംഘടനകളുടെ രൂപീകരണങ്ങൾ, ആ സംഘടനകളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഐതിഹാസികമായ സമര പോരാട്ടങ്ങൾ, ഇവക്കൊടുവിലാണ്. കാരണം ഭരണകർത്താക്കളുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള സമീപനങ്ങളാണ് ലോകമെങ്ങും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഓരോരോ ആനുകൂല്യങ്ങൾ കാലാന്തരത്തിൽ നഷ്ടമാകുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനകൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. സ്റ്റാറ്റ്യൂട്ടറി പെൻഷനാണ് ഇക്കാലം അത്രയും നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. ആ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ 2013 ഇല്ലാതായി. സംസ്ഥാന പ്രസിഡന്റ് AP ജോസ് അധ്യക്ഷനായിരുന്നു. ജനറൽ സെക്രട്ടറി R രഘുനാഥൻ നായർ, P ഗവാസ്, N സദാശിവൻ നായർ, C അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. വനിതാ സമ്മേളനം ഡെപ്യൂട്ടി മേയർ SJ ഉദ്ഘാടനം ചെയ്തു. PC പ്രസന്ന അധ്യക്ഷയായിരുന്നു. R രഘുനാഥൻ നായർ, VM ആതിര, P വസന്തം, നവ്യ ഹരിദാസ്, ഡോക്ടർ മിനി പ്രസാദ്, P സൗദാമിനി, TV ഗിരിജ, T രമ എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൊയിലാണ്ടി കൊയ്യത്തുമ്മലിൽ നെല്ലിയാടി പുഴയോരത്ത് വൻ